അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. നമ്മളവിടെ ഇതിന് പുളിയിഞ്ചി എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നാളെ വിഷു ആണല്ലോ, അപ്പോൾ വിഷു സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ മാതാജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിഴിഞ്ഞ പുളിവെള്ളം, ശർക്കരയുടെ വെള്ളം പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടിട്ടാണ് നേരത്തെ തിളച്ചിട്ട് ഉണ്ടായിരുന്നത്. ആ തിളച്ചയിലോട്ട് ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അതൊന്നിട്ട് പിന്നെ ഈ എള്ള്, ചെറിയ ജീരകം, കടുക് ഒന്ന് വറുത്ത് എണ്ണയിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉലുവ അത് വറുത്ത് വെച്ചതൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പുളിയിഞ്ചി ഒരു കുറുകിയൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. കുറുകി വന്ന ആ ഒരു ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കുറുകൽ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, എനിക്ക് പല സ്ഥലത്തും ഞാൻ പുളിയിഞ്ചി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇഞ്ചിപ്പുളി അങ്ങനെയൊക്കെ പറഞ്ഞ പല പേരിലുണ്ട്. പക്ഷേ ഈ ഒരു പുളിയിഞ്ചി പറയുന്നത് സ്പെഷ്യൽ തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.